I come before you today, and there's just one thing that I wanna say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. Which of you, if your son asks for bread, will give him a stone? Or if he asks for a fish, will give him a snake? If you, then, though you're evil, know how to give good gifts to your children, how much more will your Father in heaven give good gifts to those who ask him? St. Matthew chapter 7, verses 9 to 11. We begin with a sign of the cross. In the name of the Father, and of the Son, and of the Holy Spirit. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടേണമേ, രാജ്യം വരണമേ, നിന്റെ തിരുഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനിയോ തിന്മയോട്ട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കരുണ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിലെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. തലകളെ വണക്കി നമുക്ക് ധ്യാനിക്കാം. ജീവന്റെ ഉറവിടവും വഴിയും സത്യവുമാകുന്ന യേശുവാകുന്ന ഉയർത്തെഴുന്നേറ്റവനായ ജീവിക്കുന്ന ദൈവമേ, നിന്റെ നാമത്തില് നിന്റെ സുവിശേഷ മേഖലകളില് നിന്നുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും 9:00 ആരംഭിക്കുന്നതായ ഈ പ്രാർത്ഥനാ യോഗം ഇന്നും ഞങ്ങൾ ആരംഭിക്കുന്നു. നാഥ, നിന്റേതായ സാമീപ്യവും പരിശുദ്ധാത്മാവിന്റെ ബലവും ശക്തിയും സമാധാനവും സൗഖ്യവും നിത്യജീവനും നിന്റെ മക്കൾക്കായി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മിഷൻ വേലകളിൽ സഹായിക്കുകയും പ്രാർത്ഥനയോ സംബന്ധിക്കുകയും ചെയ്യാനിരിക്കുന്ന മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു, അവിടെ സേവനം ചെയ്യുന്നവര് ഒരു തുള്ളി വെള്ളമെങ്കിലും തന്ന് നിന്റെ സുവിശേഷ മേഖലകളെ തൊട്ടനുഗ്രഹിച്ച ഓരോ മക്കളും തലമുറകളും നീ വരുന്നത് വരെ നിലനിൽക്കുകയും അനുഗ്രഹീതരാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അനവരതമായ നിറവിനായി ഞങ്ങൾ കാത്തിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയോ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥ യാതനകളാൽ തന്നെ. ആമീൻ. ഞാൻ എൻ്റെ വരും. എൻ്റെ സഹായവും ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ ഉയർത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു.
ഇത്രത്തോളം ദൈവം എന്നെ ഉയർത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ വലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ ഉയർത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ ഉയർത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. Psalm 91. He who dwells in the shelter of the Most High will rest in the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress, my God in whom I trust. Surely He will save you from the fowler's snare and from the deadly pestilence. He will cover you with His feathers, and under His wings you will find refuge. His faithfulness will be a shield and rampart. You will not fear the terror of night, nor the arrow that flies by day, nor the pestilence that stalks in the darkness, nor the plague that destroys at midday. 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. You will only observe with your eyes and see the punishment of the wicked. If you make them as high your dwelling, even the Lord, who is my refuge, then no harm will befall you. No disaster will come near your tent, for He will command His angels concerning you to guard you in all your ways. They will lift you up in their hands so that you will not strike your foot against a stone. You will tread upon the lion and the cobra. You will trample the great lion and the serpent. Because He loves me, says the Lord, I will rescue Him. I will protect Him, for He acknowledges my name. He will call upon me, and I will answer Him. I will be with Him in trouble. I will deliver Him and honor Him. With long life will I satisfy Him and show my salvation. Amen. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു നാഥ. ഈ ഓൺലൈൻ പ്രയർ മീറ്റിംഗിനായിട്ട് തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ മറിയം വീട് ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. അതിൽ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്തുതിപ്പാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ വിഷൻ ഏറ്റവും അനുഗ്രഹമായി നടത്തുന്ന ദൈവമേ, അതിൽ പങ്കിടുവാൻ ഞങ്ങൾക്കും അനുഗ്രഹമായി നടത്തുവാനും എന്നും എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് ഈ പ്രയർ തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാനും പാടി സ്തുതിക്കുവാനും വചനങ്ങൾ കേൾക്കുവാനും വായിക്കുവാനും ഒക്കെയും നിന്റെ മക്കൾക്ക് കൊടുത്ത അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു നാഥ. എല്ലാ കൃപകൾക്കായിട്ടും അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുന്നതിനായിട്ട് ഞങ്ങൾക്ക് ഓരോ ദിവസവും തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയിൽ ഞങ്ങളെ കാത്ത ദൈവമേ, അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അച്ഛന്റെ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹമായി വരുവാനും തിരുമേനിമാരും അച്ഛന്മാരും എല്ലാം ചേർന്ന് കർത്താവെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് കർത്താവെ ആരുമില്ലാത്തവരെ സഹായിപ്പാനായിട്ട് ഈ ഒരു അവസരം ഒരുക്കി കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് പടിപടിയായിട്ട് കർത്താവെ ഓരോ സ്റ്റെപ്പുകളും കർത്താവെ ഓരോ സമയത്തും അവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിൽ നന്ദിയുള്ള ഒരാഴ്ച ഞങ്ങൾക്ക് ഇടയാക്കണേ. പുതിയ റെസിഡൻസ് വരുന്നവര് അവരെ എല്ലാവരെയും അവിടുന്ന് പരിപാലിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരെ നോക്കുവാൻ അവിടുന്ന് വന്ന പലരെയും ഒരുക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹത്തോടുകൂടി അവർക്ക് അവിടെ വസിക്കുവാനും സ്നേഹത്തിലും സമാധാനത്തിലും ആയിരിക്കാനും ദൈവമേ കൃപ ചെയ്യണമേ. സാന്നിധ്യം കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണേ കർത്താവെ. എല്ലാവരും അവിടെ വസിക്കുന്നതിന്റെ മക്കളൊക്കെയും സമാധാനമായി ജീവിപ്പാൻ അനുഗ്രഹത്തോടുകൂടി ഇരിപ്പാൻ തിരുനാമം മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണേ കർത്താവെ. എല്ലാ സ്പോൺസേഴ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രയർ വാരിയേഴ്സിനു വേണ്ടിയും കർത്താവെ, എല്ലാ ബർത്ത്ഡേ കൊണ്ടാടുന്ന എല്ലാ അവിടുന്ന് ഉള്ള പാർട്ട്നേഴ്സിനു വേണ്ടിയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നവരെയും ഡിപ്പാർട്ടഡ് സോളിന് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും
വൺ ഡേ മീൽ കൊടുത്ത എല്ലാ സ്പോൺസേഴ്സിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ദിവസവും കർത്താവെ നിന്റെ മക്കളെ ഒരുക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിനായി ഒരുങ്ങി എത്രയും നല്ല മനസ്സോടുകൂടി വരുന്ന നിന്റെ മക്കളെ അവിടുത്തെ നാം മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണേ കർത്താവെ. വിശുദ്ധ മറിയം വീട്, കമ്മ്യൂണിറ്റി കിച്ചൺ ആൻഡ് സെന്റ് മേരീസ് റിട്രീറ്റ് സെന്റർ അതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെയും സ്റ്റാർട്ട് ചെയ്തതിനായിട്ട് ദൈവമേ അവിടുത്തെ നാം മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണേ. വിശുദ്ധ മറിയം വീട്ടിൽ കർത്താവെ മാതാവിന്റെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം കർത്താവെ അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവമേ വഴിയൊരുക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാം നിന്റെ മക്കളെ അനുഗ്രഹിച്ച് വഴി നടത്തണേ കർത്താവെ. ആപത്താനൊക്കെയും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമേ ദൂരെയായ പല സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ നാം മഹത്വപ്പെടുത്തുവാൻ ഈ അവസരം തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാം അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ ഞങ്ങളെ കാത്ത ദൈവമേ അടുത്ത ആഴ്ചയിലും നാളത്തെ വിശുദ്ധ ദിവസവും എല്ലാ അനുഗ്രഹപ്രദമായി ഞങ്ങളെ നടത്തണമെന്ന് യേശുവിന്റെ നാമത്തിൽ താഴ്മയുമായി യാചിക്കുന്ന കരുണയോട് കേൾക്കണമേ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സെന്റ് ജോൺ ചാപ്റ്റർ 6 വേഴ്സസ് 47 to 58. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്ന അപ്പം ആകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്. ഞാൻ കൊടുക്കുന്ന നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിന് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ദൈവസ്നേഹിക്കുമാവുന്നു പാർക്കുമോ. യേശു എന്ന ലോകരക്ഷക ഇതാ നിന്റെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ മാത്രമാണ് ദൈവം. നിനക്ക് മുമ്പെയോ നിനക്ക് ശേഷമോ വേറെ ദൈവം ഉണ്ടായിട്ടില്ല. നീ മാത്രമാണ് രക്ഷകൻ. ഇതാ നിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്റെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നു. നിന്റെ കേൾക്കുന്നവര് പറയുന്നവര് രോഗസൗഖ്യവും സമാധാനവും അന്ധകാല വിമോചനവും ലഭിച്ച് വിടുതലിൻ്റെതായ നല്ല നാളുകൾ നിന്റെ മക്കൾക്കായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ വചന ശുശ്രൂഷ. യോഹന്നാന്റെ സുവിശേഷം 6:54 ഇങ്ങനെയാണ് വായിച്ചു കേട്ടത്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. അവനെ ഒടുക്കത്തെ നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് ഗാരി ചാപ്മാൻ എന്നതായ എഴുത്തുകാരൻ 5 ലാംഗ്വേജസ് ഓഫ് ലവ് എന്ന പുസ്തകത്തില് 5 സ്നേഹത്തിൻ്റെതായ സിംബൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ദൈവ സ്നേഹമാണ്, ദൈവ ദാനമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 പറഞ്ഞ പ്രകാരം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവ സ്നേഹത്തിന്റെ നാണ്യമാണ് തന്റെ ശരീരവും തന്റെ രക്തവും
എനിക്ക് നിങ്ങൾക്കുമായി തന്റെ വരവ് വരെ അവൻ നൽകിയത്. പെസഹായുടെ സന്ധിയില് അപ്പം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്ത് അപ്രകാരം വീഞ്ഞും വാഴ്ത്തി കൊടുത്തു. ഇതെന്റെ ശരീരമെന്നും ഇതെന്റെ രക്തമെന്നും ഞാൻ വരുന്നത് വരെ ഇത് നിങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു. അത് തന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. ദുഃഖവെള്ളിയാഴ്ച ഗോകുൽത്തായുടെ മലമുകളില് ദൈവം മനുഷ്യരായി അവതരിച്ച് ഒരു മനുഷ്യനും ഗ്രഹിക്കാൻ പറ്റില്ലാത്ത രീതിയില് അവൻ ഞങ്ങൾക്കായി നമ്മൾക്കായി ക്രൂശിക്കപ്പെട്ടു. അവന്റെ അടിപ്പിണരാൽ നമുക്ക് നിത്യജീവൻ ഉണ്ടായി. സെന്റ് പോളിന്റെ ഭാഷയില് 2:2 പറഞ്ഞ പ്രകാരം ഞാൻ നിങ്ങളുടെ ഇടയില് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നിനെയും അറിയാത്തവനായി ജീവിക്കുന്നു എന്ന് നിശ്ചയിച്ചു എന്ന് പറയുന്നു. ആ നിത്യജീവൻ അവന്റെ സ്നേഹത്തിന്റെ ഭാഷ്യം 1 ഗാരി ചാപ്പൻ പറഞ്ഞത് ഒരു ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ്, ഒരു ദാനമാണ്. യേശു ബേഥലേഹേമിൽ ജനിച്ചപ്പോഴ് വിദ്വാൻമാർ വന്ന് അവനെ ദൈവമായിട്ട് പ്രവാചകനായിട്ട് രാജാവായി അംഗീകരിച്ച് പൊന്ന് മൂര് കുന്തിരിക്കം കാഴ്ചവെച്ചു. അവൻ നമുക്കായി അത് മാത്രമല്ല അവന്റെ ശരീരവും രക്തവും നൽകി നമുക്ക് സമ്മാനമായി നൽകി. വാട്ട് പ്രത്യുപകാരം നമുക്ക് അവനായി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? 2 ആക്ട്സ് ഓഫ് സർവീസ്, സേവനത്തിന്റെ ഭാഷയാണ്. യേശു തന്റെ ശിഷ്യന്മാരുടെ കാലുകള് കഴുകി. ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയ പ്രകാരം നിങ്ങളും പരസ്പരം സേവനം ചെയ്യണം, സ്നേഹിക്കണം എന്നവൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവര് അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ആക്ട്സ് ഓഫ് സർവീസ്. 3 അഫർമേഷൻ ആണ്. യേശു തന്റെ മക്കളെ പേര് ചൊല്ലി വിളിച്ച് അവർ ചെയ്യുന്ന നന്മകൾക്ക് അപ്രീസിയേഷൻ കൊടുക്കുന്നവരാണ്. സക്കായി ദൂരെ വന്നത് കണ്ടപ്പോൾ യേശു പറയുന്നത്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ കപടമില്ല എന്ന് പറഞ്ഞ് അവരെ അംഗീകരിക്കുകയും അവനെ ശ്ലാഘിക്കുകയും അവന്റെ നന്മകളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവം. 4ാമത്തെ ഭാഷ ടച്ചിങ് ആണ്. യേശു രോഗികളെ സുഖപ്പെട്ടതെല്ലാം അവരെ മാർവോട് ചേർത്ത് അവരെ സ്നേഹിച്ച് അവരുടെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുകയാണ് ചെയ്തത്. മറ്റു മനുഷ്യൻ തൊടാൻ പാടില്ലാത്ത കുഷ്ഠരോഗിയുടെ പോലും യേശു തന്റെ കരങ്ങൾ നീട്ടി തൊട്ടനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് 5ാമത്തെ ഭാഷ സിംബളിസം ഓഫ് ലവ്, ക്വാളിറ്റി ടൈം. ദൈവം മനുഷ്യനായി അവതരിച്ച മനുഷ്യനോടൊത്ത് തന്റെ മരണം വരെ ജീവിച്ചു. നമ്മുടെ ജീവിതത്തിലെല്ലാം ഇതിനെന്താണ് നമ്മൾ പ്രത്യുപകാരം ചെയ്യേണ്ടത്? എന്റെയും നിങ്ങളുടെ ജീവിതത്തില് സമയമില്ല എന്ന് പറയും ദൈവകാര്യങ്ങൾക്കായി. മാത്രമല്ല ദൈവകാര്യങ്ങൾക്ക് ദൈവമക്കൾക്ക് കൊടുക്കേണ്ട സമ്മാനങ്ങൾ കൊടുക്കാൻ മറക്കുന്നുണ്ട്. മാത്രമല്ല മറ്റുള്ളവരെ സേവനം ചെയ്യുവാൻ നമുക്കൊന്നും സമയമില്ല. മറ്റുള്ളവരെ അപ്രീസിയേഷൻ ചെയ്യുവാൻ നമ്മൾക്ക് പറ്റില്ല, നമ്മുടെ വായു തുറക്കുകയില്ല. മറ്റു രോഗികളെയും മറ്റുള്ളവരെ തൊടാൻ നമ്മൾ അറയ്ക്കുന്നു, അല്ലെങ്കിൽ മറക്കുന്നു, ചെയ്യാൻ മടിക്കുന്നു. ഇതാണ് ദൈവസ്നേഹത്തെ വീണ്ടും ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം സമയമില്ല എന്ന് പറയുന്നത് വെറും ചെയ്യാൻ പറ്റില്ലാത്തതിന്റെ ഭാഷയാണെന്ന് അച്ഛൻ ഓർപ്പിക്കുകയാണ്. ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞ പഴഞ്ചൊല്ല് അന്വർത്ഥമാണ്. ദൈവസേവനത്തിനും ദൈവകാര്യങ്ങൾക്കും ദൈവ മക്കളുടേതായ സേവനത്തിനും സമയം നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് ഓർപ്പിക്കുന്നു. ഇത് അപ്പൊ കൂട്ടുകാരിയുടെ മാരിയേജ് ബാച്ചിലർ പാർട്ടിയാണ്, സൺഡേ പള്ളിയാണ്, സൺഡേ പോണം. ഒരു ചോദ്യം, ഞാൻ മാരിയേജ് പാർട്ടിയിൽ പോകുകയല്ലേ വേണ്ടത്, സൺഡേ പള്ളിയിൽ വരാൻ സമയമില്ലല്ലോ എന്ന്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അച്ഛൻ conclude that I stand for go for worship Jesus. That is the time we have to find out. So I conclude നമ്മുടെ ജീവിതത്തിലെല്ലാം എത്ര തിരക്കായ ജീവിതമുണ്ടെങ്കിലും ദൈവസേവനത്തിന് സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം. അതാണ് അനുഗ്രഹമെന്ന് ഓർപ്പിക്കുന്നു.
വീണ്ടും ദൈവവചനം, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഒടുക്കത്തെ നാളിൽ അവനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെയാകട്ടെ ഈ സേവന പന്താവിൽ നിൽക്കുന്ന എല്ലാ മക്കൾക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹവും ദൈവസമാധാനവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നേരുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. പിതാവിന്റെ സ്നേഹവും ദൈവാത്മാവിൻ നിറഞ്ഞ സഹവാസവും സംബന്ധവും നാഥ ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗത്തിലും പ്രാർത്ഥനാ റിക്വസ്റ്റ് ആവശ്യപ്പെട്ട മക്കളിലും എല്ലാ മിഷൻ പ്രവർത്തനങ്ങളിലും നിന്റെ അന്ത്യത്തോളം എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നിന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. 1000 പതിനായിരങ്ങളിൽ അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരൻ.